നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ CPI ഉഭയകക്ഷി ചർച്ച പരാജയപ്പെട്ടു. LDF-ൽ കാണിക്കുന്ന രാഷ്ട്രീയ പരിഗണന തിരിച്ചും കാണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. MV ഗോവിന്ദനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു പ്രതികരണം. ഭരണമാറ്റത്തിന് ശേഷമുണ്ടായ കൂട്ടത്തോടെയുള്ള സ്ഥലം മാറ്റത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. സഭയിൽ പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ട്. പവർ ബ്രോക്കർമാരും ദല്ലാൾമാരും കാര്യങ്ങൾ തീരുമാനിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മാനുഷിക പരിഗണനയില്ലാതെ അന്യായമായി നടത്തിയ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്ന ആവശ്യം. സർക്കാരിനെതിരെ BJP നിയമസഭയിൽ സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന് വിമർശിച്ചുവെന്നും ഭരണത്തിൽ വന്നപ്പോൾ അതേപ്പറ്റി മിണ്ടുന്നില്ലെന്നും BB ഗോപകുമാർ. കാലാകാലങ്ങളായി LDF-ഉം UDF-ഉം ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നുവെന്നും BB ഗോപകുമാർ. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. G പരമേശ്വര ഉപമുഖ്യമന്ത്രിയാകും. മുൻ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യ ഉൾപ്പെടെ 10ഓളം മന്ത്രിമാർ ശിവകുമാറിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിൽ 2000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങിലാണ് സത്യപ്രതിജ്ഞ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി കുവൈറ്റ് എയർവൈസ്. വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ച ശേഷം യാത്രക്കാരുമായി നേരിട്ട് ബന്ധപ്പെടുമെന്ന് കമ്പനി. ഡൽഹി മാളവ്യ നഗറിൽ ഹോട്ടലിൽ തീപിടുത്തം. 20-ലേറെ മരണം. 37 പേരെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ കടുത്ത പ്രതിസന്ധി. MLA-മാരുൾപ്പെടെ മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ടേക്കും. എക്പ്രതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പാർട്ടി പുലർത്തി ഔദ്യോഗിക വിഭാഗം രൂപീകരിക്കാനും നീക്കം. നേതാക്കൾ ഓടിയൊളിച്ചാലും പോരാട്ടം തുടരുമെന്ന് മമതാ ബാനർജി. CBSE-ൽ പുതിയ ചെയർമാനും സെക്രട്ടറിയും ചുമതലയേറ്റു. പരീക്ഷാ വിവാദങ്ങളെ തുടർന്നാണ് ചെയർമാനെയും സെക്രട്ടറിയെയും നേരത്തെ മാറ്റിയത്. ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി. വീഴ്ചകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ 10 വയസ്സുകാരന് ശരീരമാസകലം പൊള്ളലേറ്റു. അച്ഛനാണ് പൊള്ളലേൽപ്പിച്ചതെന്ന് കുട്ടിയുടെ മൊഴി. ചൂടുവെള്ളം വീണതെന്ന് ബന്ധുക്കളുടെ വാദം. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കുട്ടിയെ തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് മാറ്റി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം ആരംഭിച്ചു. കായംകുളത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. വിദ്യാർത്ഥികളടക്കം 8 പേർക്ക് കടിയേറ്റു. കായംകുളം ഐക്യ ജംഗ്ഷനിലായിരുന്നു തെരുവുനായയുടെ ആക്രമണം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.